ഹലോ നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്ന IT ആക്റ്റുമായി ബന്ധപ്പെട്ട ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അറിയാമല്ലോ, ഫയർമാൻ്റെ എക്സാം ഈ ആഴ്ച തന്നെ കാണും. അപ്പം അതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ IT ബന്ധപ്പെട്ട, അത് IT ആക്റ്റിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താനാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അറിയാമല്ലോ, 2 മാർക്കിന് IT ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സ്പെഷ്യൽ ടോപ്പിക്സിനകത്തെ ഒരു മെയിൻ ഭാഗമാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. അപ്പോൾ ആ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാം എന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ IT ആക്റ്റിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലയോ? IT ആക്റ്റിലെ 2000 ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത്? എന്താ ചോദ്യം? ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന്. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നത് എന്താണ്? IT ആക്ട് 2000 എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കലും നമുക്ക് തെറ്റാത്തൊരു ഇതാണെന്ത്, ഏത് വർഷമാണ് ഈ പറയുന്ന IT ആക്ട് വന്നത്? ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടാണ് കേട്ടോ. എന്താണ്, ഏത് വർഷമാണ് IT ആക്ട് വന്നതെന്നുള്ളൊരു ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്: A 2000, B 2003, C 2006, D 2008. ഏതാണ് ഉത്തരം? ഉത്തരം സിമ്പിളാണ്. എന്ത്? ഉത്തരം വളരെ സിമ്പിളാണ്. എന്താണ്? ഓപ്ഷൻ A 2000 അല്ലേ? IT ആക്ട്, നമ്മുടെ ആക്ടിൻ്റെ പേരെന്താണ്? IT ആക്ട് 2000 എന്നാണ് നമ്മുടെ ആക്ടിൻ്റെ പേര് തന്നെ. സോ അവിടെ വന്ന വർഷം ചോദിക്കേണ്ട കാര്യം പ്രത്യേകിച്ചുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കൺഫ്യൂഷൻ വരുന്നതോ 2008 അവിടെ കിടപ്പുണ്ട്. ഇല്ലയോ മക്കളെ? എന്താ 2008? 2008 IT ആക്ട് എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തായിരുന്നു അല്ലേ? എന്ത് ചെയ്തു? അമെൻഡ് ചെയ്തു അല്ലേ? അമെൻഡ് ചെയ്ത് അല്ലേ? അമെൻമെൻറ്റ് വന്ന വർഷമാണ് എന്ത്? 2008 എന്ന് പറയുന്നത്. അല്ലാതെ നിയമം വന്ന വർഷമല്ല. നിയമം വന്ന ഏതാണ്? 2000-ലാണ്. അപ്പോൾ അമെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? 2008 എഴുതാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാ? 2000 ഇതിന് ചോദിക്കാറുണ്ട്. 2000 ഇപ്പം 2000 എന്ന് മാത്രം ചോദിക്കത്തില്ല. ഇപ്പം എന്ത് ഡേറ്റും കൂടെ ചോദിക്കും. ഏത് ഡേറ്റാണ്? 17 ഒക്ടോബർ 2000 കേട്ടോ. അത് നിലവിൽ വന്നത് എന്നാണ്. അതായത് അത് നമ്മുടെ IT ആക്ട് 2000 നിലവിൽ വന്നത് എന്താണ്? 17 ഒക്ടോബർ 2000-ലാണ് നിലവിൽ വന്നത്. ഓർത്തിരിക്കുക, 17 ഒക്ടോബർ 2000. അപ്പോൾ ഇപ്പം ഇങ്ങനെ 2000 എന്ന് ചോദിക്കണം നിർബന്ധമില്ല അല്ലേ? ഇപ്പം എന്തുവാ, ഈ ഡേറ്റ് കൂടെ വെച്ചായിരിക്കും ചോദിക്കുന്നത്. കാരണം പരീക്ഷ കുറച്ചും കൂടെ സങ്കീർണമായല്ലോ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതെന്നായിരിക്കത്തില്ല, നിലവിൽ വന്ന ദിവസം ഏതാണോ, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ചോദിക്കും. എന്നിട്ട് കുറേ ഓപ്ഷൻ കാണും. ഇതിനുള്ള കുറേ ഓപ്ഷൻ ഓർത്തിരിക്കുന്നതാണ്. 17 ഒക്ടോബർ 2000-ലാണ് എന്തെന്ന് പറയുന്നത് നില. അപ്പോൾ ചോദിക്കാം, ഈ പറയുന്ന 2008-ലാണല്ലോ ഭേദഗതി വന്നത്, അതെന്ന് നിലവിൽ വന്നൊരു ചോദ്യം ചോദിക്കാം. ഓർത്തിരിക്കുക, 2008 വന്ന ഭേദഗതി നിലവിൽ വന്നത് 27 ഒക്ടോബർ 2009. ഓക്കെ, സാറിന് തെറ്റിയല്ല മക്കളെ. 2009-ലാണ് എന്ത് ചെയ്യുന്നത്? IT ആക്ട് അമെൻമെൻറ്റ് എന്ത് വരുന്നത്? നിലവിൽ. ഓർത്തിരിക്കട്ടോ, 2008-ലാണ് അമെൻമെൻറ്റ് വരുന്നതെങ്കിലും അത് നിലവിൽ വരുന്നത് എന്നാ? ഒക്ടോബർ 27 ഒക്ടോബർ 2009-ലാണ് എന്ത് ആ അമെൻമെൻറ്റ് നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ വിവരാവകാശ സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് വെച്ചാൽ 2000-ആണ് ആൻസർ. അത് അമെൻഡ് ചെയ്ത വർഷം ഏതാണെന്ന് വെച്ചാൽ 2008-ആണ്. ഇനി അത് നിലവിൽ വന്ന വർഷങ്ങൾ ഓർത്തിരിക്കുക. IT ആക്ട് 2000 വന്നത് 17 ഒക്ടോബർ 2000 നിലവിൽ വന്നു. IT ആക്ട് അമെൻഡ് ചെയ്ത നിലവിൽ വന്നത് 27 ഒക്ടോബർ 2009 വന്നു. ഓർത്തിരിക്കുക, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ഇനിയും ചോദിക്കാം. നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് പോകാം. എന്താണ്? സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്ത്? എന്താണ് ചോദ്യം? അതായത് എന്തെങ്കിലും കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടോ ദുരുദ്ദേശത്തോടെയോ നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ നമ്മുടെ സിസ്റ്റത്തിലേക്കോ കടന്നു വരുന്ന ആ ഒരാളെ വിളിക്കുന്ന പേരെന്തുവാ? എന്താണ് ആ ആക്ടിനെ, ആ പ്രവൃത്തിയെ വിളിക്കുന്ന പേരെന്താണ്? ഹാക്കിംഗ് എന്നാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ആ ആക്ടിനെ വിളിക്കുന്ന പേരെന്തുവാ? ഹാക്കിംഗ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ദുരുദ്ദേശത്തോടെ കയറുന്ന ഒരാളെ വിളിക്കുന്ന പേരെന്താന്ന് വെച്ചാൽ അയാളെ വിളിക്കുന്ന പേര് ബ്ലാക്ക് ഹാറ്റർ എന്നാട്ടോ. ഓർത്തിരിക്കുക, എന്താണ്? ബ്ലാക്ക് ഹാറ്റർ കേട്ടോ. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറുന്ന ആളെ വിളിക്കുന്ന പേരെന്തുവാ? ബ്ലാക്ക് ഹാറ്റർ എന്നാണ്. ഇനി അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റ് ഹാറ്റ് ഹാക്കർ ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ഉണ്ട്, ഗ്രേ ഹാറ്റ് ഹാക്കർ ഉണ്ട്. ഈ റെഡ് ഹാറ്റ് ഹാക്കർ ഇങ്ങനൊരു സാധനം ഇല്ല കേട്ടോ. ഇങ്ങനൊരു സാധനമില്ല. ആകെ 3 ഹാക്കിംഗ് ഉണ്ട്, 3 തരം ഹാക്കിംഗ് ഉണ്ട്. ഒന്നേതാ? വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, അത് ചെയ്യുന്ന ആൾക്കാരെ വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് വിളിക്കും. ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്, അത് ചെയ്യുന്നവരെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് വിളിക്കും. ഗ്രേ ഹാറ്റ് ഹാക്കർ, അത് ചെയ്യുന്നവരെ ഗ്രേ ഹാറ്റ് ഹാക്കർ എന്ന് വിളിക്കും.
ഇനി ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ബ്ലാക്ക് ഹാറ്റിംഗ് എന്താണെന്ന്. എന്തുവാ? സാമ്പത്തികമായ കുറ്റം, അതായത് കുറ്റം ചെയ്യുക അല്ലേ, ഒരു ദുരുദ്ദേശത്തോടെ അയാളുടെ കമ്പ്യൂട്ടർ നശിപ്പിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടെ കയറുന്നതിനെ എന്ത് വിളിക്കുന്നത്? ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. നമ്മുടെ മുമ്പത്തെ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, അതിനകത്ത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഓരോ കാര്യങ്ങളെന്നും. ഓക്കെ, ഇനി രണ്ടാമത്തെ വൈറ്റ് ഹാറ്റ് ഹാക്കർ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറും, പക്ഷെ നല്ല ഉദ്ദേശത്തോടെ കയറുന്നത് അല്ലയോ. അതായത് പോലീസുകാരൊക്കെ കേസ് അന്വേഷണത്തിന് വേണ്ടി എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു കയറില്ലയോ, അതൊക്കെ എവിടെ വരുന്നതാ? വൈറ്റ് ഹാറ്റ് ഹാക്കറിനകത്ത് വരുന്നത്. പോലീസുകാരില്ലേ ഓരോ കേസ് അന്വേഷണത്തിനായിട്ട് ഓരോ തെളിവ് ശേഖരിക്കാനായിട്ട് മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിൽ അവർ അനുവാദം ഇല്ലാതെ കയറേണ്ട അവസ്ഥയൊക്കെ വരുത്തിലൂടെ. അപ്പോൾ അതൊക്കെ വരുന്നത് എവിടെയാ? വൈറ്റ് ഹാറ്റ് ഹാക്കർ. ഇങ്ങനെയുള്ള ആൾക്കാരെ മറ്റൊരു പേര് കൂടെ വിളിക്കുന്നുണ്ട്, എത്തിക്കൽ ഹാക്കർ. ആരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ, എത്തിക്കൽ ഹാക്കർ. ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ, അതായത് ഇതൊരു സൈബർ ക്രൈം കേട്ടോ, ഇത് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട ഹാക്കിംഗ് ആണെന്ന് പറയുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. ഇനി ഗ്രേ ഹാറ്റ് ഹാക്കർ ഉണ്ട്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടക്കുന്നുണ്ട് എന്നാൽ നമുക്കൊരു ദോഷമൊന്നും ചെയ്യുന്നില്ല, ഇതിന്റെ രണ്ട് ഇടയിൽ നിൽക്കുന്ന ഒരു ഹാക്കിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രേ ഹാറ്റ് ഹാക്കിംഗ്. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാക്കിംഗ്. ഈ റെഡ് ഹാറ്റ് ഹാക്കിംഗ് അങ്ങനെ ഒരു ഹാക്കിംഗ് ഇല്ല അല്ലയോ. ഇനി വേറെ ഏത് കളർ ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു സാധനം ഇല്ല. എന്താണുള്ളത്? വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് ഉണ്ട്, ഗ്രേ. ഇതിൽ ദോഷം ചെയ്യുന്ന ഹാക്കിംഗ് ഏതാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്നുള്ള ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇല്ലയോ, IT ഇതിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച്? അപ്പോൾ ആ ചോദ്യത്തിന് ഒരു കാര്യം ഒന്നുകൂടെ പറയാം. നമ്മൾ മുമ്പേ പറഞ്ഞ ചോദ്യത്തിനകത്ത് ഹാക്കിംഗ് പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു വകുപ്പ് ഓർത്ത് വെച്ചേക്കണം, 66 ആണ് കേട്ടോ. IT ആക്ടിലെ സെക്ഷൻ 66 ആണ് എന്തെന്ന് പറയുന്നത്, ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഈ വകുപ്പ് വെച്ചിട്ടാണ് എന്ത് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ നിർണ്ണയിക്കുന്നതും അതിനുള്ള ശിക്ഷ വിധിക്കുന്നതും എന്താണ്, ഈ ഒരു വകുപ്പ് വെച്ചിട്ടാണ്. ഓർത്തിരിക്കണം കേട്ടോ. ഇതാണ് എന്ത് 66 സെക്ഷൻ, അതായത് സെക്ഷൻ 66 IT ആക്ട്. ഓർത്തിരിക്കാമല്ലോ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? IT നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് എന്ത് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാ? സൈബർ ഭീകരത എന്ന് വെച്ചാൽ സൈബർ ടെററിസം, അതായത് സൈബർ ഇടങ്ങളിലൂടെ, അതായത് കമ്പ്യൂട്ടർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ടെററിസം ഭീകരവാദം നടത്തുന്നു. ഏതാണ് വകുപ്പ്? വകുപ്പ് ഓർത്തിരിക്കുക, 66F ആണ് കേട്ടോ, ഡയറക്റ്റ് വകുപ്പാണ്. ഏതാണ്? 66F ആണ് എന്ത് സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഉത്തരം. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സൈബർ ടെററിസത്തിന് കൊടുക്കാവുന്ന ശിക്ഷ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് 66F ആണ്. അതിന് കൊടുക്കാവുന്ന ശിക്ഷ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓർത്തിരിക്കുക, ഇതിന്റെ ശിക്ഷ ജീവപര്യന്തമാണ്. ഇതിന്റെ ശിക്ഷ എന്താണ്? ജീവപര്യന്തം. അപ്പോൾ സൈബർ ടെററിസത്തിന്റെ വകുപ്പ് ഏതാണ്? 66F ആണ്. അതിന് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ എന്താണ്? ജീവപര്യന്തമാണ്. ഓർക്കുക, ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന IT ആയിട്ടുള്ള ഒരു വകുപ്പാണെന്ന് പറയുന്നത് സൈബർ ടെററിസം. അതിനാണ് ജീവപര്യന്തം. അത്രയും നീണ്ട അളവിലുള്ള ശിക്ഷ കൊടുക്കുന്ന ഒരു വകുപ്പുകളും വേറെ ഏതില്ല, നമ്മുടെ IT ആക്ടിൽ വേറെ ഒരെണ്ണം ഇല്ല കേട്ടോ. അപ്പോൾ സൈബർ ടെററിസത്തിനാണ് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത്, ജീവപര്യന്തം. അടുത്ത വകുപ്പ്, അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നോക്കാം. നേരത്തെ ബാക്കിയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? വകുപ്പ് 66 ഉണ്ട് ഇല്ലയോ. എന്തോ വകുപ്പ് 66 പറയുന്നത്? വകുപ്പ് 66B ആട്ടോ. വകുപ്പ് 66B എന്ന് പറയുന്നത് നമ്മൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന, അതായത് കട്ടുകൊണ്ട് വന്ന കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങി വെച്ചാൽ അത് ഒരു കുറ്റമാണ്. എന്താണ്? കട്ടുകൊണ്ട് കൊണ്ടുവന്ന എന്താണ് കമ്പ്യൂട്ടർ ഉപകരണങ്ങളോ കാര്യങ്ങളോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മേടിച്ച് നമ്മൾ വെക്കുന്നു, അത് നമ്മളും കൂടെ കുറ്റം ചെയ്യലെയോ. അത്തരം കുറ്റങ്ങൾക്കുള്ള പറയുന്ന വകുപ്പാണെന്ത്? വകുപ്പ് 66B ഇല്ലയോ. മോഷ്ടിച്ചുകൊണ്ട് വന്ന കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, അത് മേടിച്ച് വെക്കുന്നു, അതിനെതിരെയുള്ള വകുപ്പാണെന്ത്? 66B. അടുത്ത ഏതാ? വകുപ്പ് 66C. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഐഡന്റിറ്റി. എന്താണ്? ഐഡന്റിറ്റി മോഷണമായിട്ട് ബന്ധപ്പെട്ടതാ. ഐഡന്റിറ്റി മോഷണം. എന്തോ ഐഡന്റിറ്റി മോഷണം? അതായത് എൻ്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, മറ്റൊരാൾ കുറ്റകൃത്യങ്ങൾ നടത്തുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾ പൈസ എടുക്കുന്നു, അല്ലെ എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, എൻ്റെ അക്കൗണ്ടുകളിലേക്ക് കയറുന്നു. അതെല്ലാം എവിടെ വരുന്നതാണ്? ഈ ഐഡന്റിറ്റി തിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം വരാം. ATM മോഷ്ടിച്ച് കയറുന്നതൊക്കെ എവിടെ വരും കേട്ടോ? ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെടും. 66C ആണ് എന്തെന്ന് പറയുന്നത്, ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മോഷണം. അങ്ങനെ വകുപ്പ് 66A എന്താണെന്ന് വെച്ചാൽ ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. അതായത് ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജ്. എന്താണ് ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്?
നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരമുള്ള മെസ്സേജുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജുകൾ കേട്ടോ. അതായത് നമ്മളൊരു കമന്റ് ഇടുക അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കമന്റ് ഇടുക, അതെല്ലാം ബന്ധപ്പെട്ട വകുപ്പ് ഏതാ? 66A ആണ്. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ 66A എന്നുള്ള വകുപ്പ് സുപ്രീം കോടതി എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. 2015 ഈ വകുപ്പ് എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു കേട്ടോ. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആ വകുപ്പ് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞു. അപ്പോൾ ഈ വകുപ്പ് ഇപ്പോൾ ഇല്ല. 66A എന്നുള്ള വകുപ്പ് നമ്മുടെ IT ആക്ടിൽ ഇപ്പോൾ ഇല്ല, ഓർത്തിരിക്കുക. ഓരോ വകുപ്പുകളും പറഞ്ഞായിരുന്നല്ലോ, ഓർമ്മ കാണുമല്ലോ. ഓരോ വകുപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഇവിടെ ഉത്തരം ഏതാ? 66F ആണ്. IT നിയമത്തിലെ ഏത് വകുപ്പിലാണ് ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് വെച്ചാൽ 66F ആണ് ആ വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. ഈ പറയുന്ന എല്ലാ വകുപ്പുകളും അതിൻ്റെ എല്ലാ ശിക്ഷകളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക? നോക്കുക. ആ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയ എല്ലാം കിട്ടും. ആ ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? നോക്കേ, എന്താണ് ആൾമാറാട്ടം? ഓർത്തിരിക്കുക, ശ്രദ്ധിക്കേണ്ട വാക്കാണ് ആൾമാറാട്ടം. അതായത് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തുന്നു, ഇല്ലയോ? മറ്റൊരാളാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? അയാൾ ആൾമാറാട്ടം നടത്തി അവിടെ കുറ്റകൃത്യങ്ങൾ നടത്തുന്നു. ഓക്കെ, ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട്, അതായത് നേരത്തെ പറഞ്ഞ 66C ബന്ധപ്പെട്ട് വരുന്ന ഒരു വകുപ്പാട്ടോ. അതുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, എന്നാൽ അതല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ആൾമാറാട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് വകുപ്പ് മാറും. വകുപ്പ് ഏതാണ്? ഓർത്തിരിക്കുക, ഏതാണ്ട് 4 വകുപ്പുണ്ട്. ഏതൊക്കെയാ? 66 ഉണ്ട്, 66D ഉണ്ട്, വകുപ്പ് 66C ഉണ്ട്, 66B ഉണ്ട്, 66F ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ചാടി കയറി 66C കറുപ്പിക്കും. ശരിയല്ല കേട്ടോ. ആൾമാറാട്ടം, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുന്ന വകുപ്പ് 66C അല്ല, അത് ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലയോ? അയാളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കുകയെന്ന് ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ. ഐഡന്റിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കളവ് നടത്തുന്നു. ആൾമാറാട്ടം നടത്തുകയല്ല. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ആൾമാറാട്ടം എന്നൊക്കെ പറയുവാണെങ്കിൽ അവിടെ ഏത് വകുപ്പാണ്? 66D ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഏതാണ്? 66D ആണ് ആൾമാറാട്ടം നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ട വകുപ്പ്. ഓക്കെ, ഓർത്തിരിക്കുക. 66C ഓൾറെഡി നമ്മൾ പറഞ്ഞു, എന്തുവാ? ഐഡന്റിറ്റി മോഷണം. 66B എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു, എന്താണ്? നമ്മൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ മേടിച്ചു വെക്കുന്നതിനാണ് എന്ത്? 66B എന്ന് പറയുന്നത്. ഇനി വകുപ്പ് 66F പറഞ്ഞു, എന്താ? സൈബർ ടെററിസം. ഇതെല്ലാം കുറച്ച് മുന്നേ പറഞ്ഞ വകുപ്പുകളാണ്, സൈബർ ടെററിസം. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പൊതുവായിട്ട് കോമൺ ആയിട്ടുള്ള ചില വകുപ്പുകളുണ്ട്, ഇല്ലയോ? ആ വകുപ്പുകളിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. ഇത് കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ്. ഇത് തന്നെ വീണ്ടും എന്ത് ചെയ്യും? ആവർത്തിച്ച് വരാം. ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള IT ആക്ടിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ ഉള്ള ഭാഗങ്ങളിൽ നിന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഓൾറെഡി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ. കഴിഞ്ഞ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വ്യക്തമാവും. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് കഴിഞ്ഞ ക്ലാസ്. വകുപ്പ് 66D ഏതാണ് ഉത്തരം? അപ്പോൾ ആൾമാറാട്ടമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 66D ആണ്. 66C എന്ന് വെച്ചാൽ ഐഡന്റിറ്റി മോഷണം, 66B എന്ന് പറയുന്നത് മോഷ്ടിച്ചു കൊണ്ടുവരുന്നത്, 66F എന്ന് പറയുന്നത് സൈബർ ടെററിസം. അടുത്ത ക്വസ്റ്റ്യൻ എന്തോടെ? മറ്റു വ്യക്തിയുടെ ATM ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തോ? മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാക്കുന്നത് ഏത് നിയമമാണ്? അല്ലയോ? എന്തുപയോഗിച്ചിട്ടാ? മറ്റു വ്യക്തികളുടെ ATM കാർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? മോഷണം നടത്തുന്നു. അത് ഏതുമായി ബന്ധപ്പെട്ടതാ? ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഉത്തരം വന്നതാണ്. എന്തുവാ? ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അല്ലയോ? ഓക്കെ, ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, വകുപ്പ് 70 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണോ? 70 വകുപ്പാണോ? അടുത്ത വകുപ്പ് 70 ഇന്ത്യൻ ശിക്ഷാ നിയമം. ഇങ്ങനെ വന്നാൽ നോക്കണ്ട, അതങ്ങ് എടുത്ത് കളയാം. കാരണം എന്താ? ഇന്ത്യൻ ശിക്ഷാ നിയമത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല ഇവിടെ. അതായത് IT ആക്ടിൽ ഇന്ത്യൻ ശിക്ഷാ നിയമമായിട്ട് കാര്യമുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് വന്നുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് എടുത്ത് കളയാം. അടുത്ത എന്തുവാ? വകുപ്പ് 66 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, കളയാൻ പറ്റത്തില്ല. വകുപ്പ് 66 ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC അതും വേണ്ട. ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് വെച്ചാൽ IPC. അപ്പോൾ ഈ പറഞ്ഞ Bയും Dയും ഓപ്ഷൻസ് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, ആ ഓപ്ഷൻ രണ്ട് നമുക്ക് വേണ്ട, എടുത്ത് കളയാം. Bയും Dയും വേണ്ട. ഇനിയുള്ള ഓപ്ഷൻ ആരൊക്കെയാണ്? എന്താ? 70 സെക്ഷൻ 70 സെക്ഷൻ 66. ഏതായിരിക്കും ഉത്തരം? ഓൾറെഡി നമ്മൾ പറഞ്ഞു, എന്തുവാ? ഐഡന്റിറ്റി തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ഏതാ? 66C. പക്ഷെ അങ്ങനെ ഒരു വകുപ്പ് ഇവിടെ വരുന്നില്ല, അല്ലയോ? നോക്കേ, കാര്യം എന്താ? അപ്പോൾ 66C ഇല്ല എങ്കിൽ അവിടെ വരുന്ന വകുപ്പ് ഏതായിരിക്കും? 66 കാരണം 66 പറയുന്നത് എന്തുവാ? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഹാക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന വകുപ്പാണ് 66. അപ്പോൾ 66C ആണ് ഇവിടെ ഉത്തരം. അത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം? 66 എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കേട്ടോ. എന്താണ്? 66 ഉപവകുപ്പുകളാണ് 66C അല്ലെങ്കിൽ D എന്നൊക്കെ പറയുന്നത്. അപ്പം ഏത് വകുപ്പാന്ന് വെച്ചാൽ അതിനകത്ത് 66 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? ശരിയാണ്, തെറ്റല്ല.
ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇത് ചോദിച്ചൊരു ചോദ്യമാണ്. പ്രീവിയസ് ഇയറിൽ ഫയർമാനകത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്വസ്റ്റൻ എടുത്തത്. ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക 66 അല്ലേ സാറേ ശരിയായിട്ട് വരേണ്ടത്? അതിവിടെ ഇല്ലല്ലോ, അപ്പോൾ ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്യത്തുള്ളത് ഇല്ല കേട്ടോ. കാരണം എന്താ, 66നകത്ത് വരുന്ന ഉപവകുപ്പാണ് 66C. അപ്പോൾ അത് ജനറലായിട്ട് 66 എന്ന് പറഞ്ഞാലും തെറ്റല്ല. ഇനി 66 ഉണ്ട്, 66C ഉണ്ട് ഓപ്ഷനിൽ. അപ്പോൾ ഏത് കറക്റ്റ് ചെയ്യണം? അപ്പോൾ 66C മാത്രമേ കൊടുക്കാവൂ കേട്ടോ. ഓപ്ഷൻ നോക്കി വേണം നമ്മൾ ഉത്തരം കറക്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എപ്പോഴും PSC പരീക്ഷ ഇപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണ്, കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് അതാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഓപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ പരീക്ഷയുണ്ട്. പണ്ടൊന്നും അങ്ങനെയല്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനുകളെ മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ ഒന്നുണ്ട്, ഒരേ കണക്ക് ഉത്തരം വരുന്ന ഒരേ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്ന 2-3 ഓപ്ഷൻ കാണില്ലയോ, അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ 66 മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് 66 എടുക്കാം. 66ഉം 66C ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എടുക്കാൻ പറ്റൂ? 66C എടുക്കാൻ പറ്റൂ. അപ്പോൾ ഓർത്തിരിക്കുക, ATM മോഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് 66 എടുക്കാം, 66C എടുക്കാം. 66C ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു? സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു, ഷെയർ ചെയ്ത് കൊടുക്കുന്നു, ഇല്ലയോ? അതൊക്കെ ഏത് നിയമം, ഏത് വകുപ്പ് പ്രകാരമാണ്? ഏത് നിയമം എന്ന് വെച്ചാൽ എന്താണ്? IT ആക്ട് തന്നെയാണല്ലേ അതിനകത്തെല്ലാം കാരണമാവുന്നത്. IT ആക്ട് 2000 വെച്ചിട്ടാണ് അവിടെ എല്ലാം നമ്മൾ ശിക്ഷ വിധിക്കുന്നത്. ഇനി ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് വകുപ്പാടേ? ഓക്കെ, 66B ആണോ, 65 ആണോ, 66 ആണോ, 68 ആണോ? 66 അല്ല നമുക്ക് മനസ്സിലായി. കാരണം എന്താ, നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. 66 അല്ല നമുക്ക് മനസ്സിലായി. 68 ആണോ, 65 ആണോ, ഇതൊന്നും നമുക്ക് അറിയത്തില്ല, ഇല്ലയോ? അപ്പോൾ നമുക്ക് ഉത്തരം ഏതാ ഞാൻ ഡയറക്റ്റ് പറയാം. 67A ആണ് എന്തെന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത്. 67A അല്ല, 67B ആണ്. അപ്പം ഈ 67B എന്ന് പറയുന്നത് ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ന് 67B എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വകുപ്പാണെന്ത്? 67B എന്ന് പറയുന്നത്. ഇതിൻ്റെ ശിക്ഷയെ ഓർത്ത് വെച്ചേക്കണം. ഇതിൻ്റെ ശിക്ഷ വളരെ കൂടുതലാണ്. എന്താണ്? 7 വർഷവും 10 ലക്ഷവുമാണ് ശിക്ഷ. ഇത് തുടർന്ന് ചെയ്യുമ്പോഴാട്ടോ. ആദ്യവട്ടം ചെയ്യുന്നെങ്കിൽ 5 വർഷവും 10 ലക്ഷം രൂപയും. ഓർത്തിരിക്കുക, ആദ്യമായിട്ടാണ് ആ ശിക്ഷ ചെയ്യുന്നതെങ്കിൽ, ആ കുറ്റം ചെയ്യുന്നതെങ്കിൽ 5 വർഷവും 10 ലക്ഷം രൂപയായിരിക്കും ശിക്ഷ. അത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ 7 വർഷവും 10 ലക്ഷം രൂപയുമായിട്ട് എന്ത് ചെയ്യും? ശിക്ഷ മാറും. ഓർത്തിരിക്കുക, അതാണെന്ത്? ചൈൽഡ് പോർണോഗ്രഫി, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇനി അതിനകത്ത് അറിയാത്ത കുറച്ച് വകുപ്പുണ്ട്. എന്തുകൂടെ? 65 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടയാ? 65ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തെ മൊത്തത്തിൽ തകരാറിലാക്കുന്ന അതിനെതിരെയുള്ള വകുപ്പാണെന്ത്? 65. അതായത് കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വരുത്തി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കേടുപാടുണ്ടാക്കി എന്ത് ചെയ്യുന്നു? അതിൻ്റെ മൊത്തം പ്രവർത്തനത്തെ താറുമാറാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വൈറസ് ഒക്കെ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വകുപ്പ് ഉപയോഗിക്കാം കേട്ടോ. ഇനി 68 എന്തോടെ? 68 എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പാണ്. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ, അതായത് സർട്ടിഫയിങ് ഏജൻസിയെ കുറിച്ച് പറയുന്ന വകുപ്പാണ് കേട്ടോ. സർട്ടിഫയിങ് ഏജൻസി എന്താണ്? സർട്ടിഫയിങ് ഏജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ തരാൻ അനുവാദമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ചില ഏജൻസികൾ കാണുമല്ലോ, അവരെ വിളിക്കുന്ന പേരാണെന്ത്? സർട്ടിഫയിങ് ഏജൻസി. അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അനുവദിക്കാൻ അവകാശമുള്ള ചില ഏജൻസികളുണ്ടല്ലോ, അവരെ വിളിക്കുന്ന പേരാണെന്ത്? സർട്ടിഫയിങ് ഏജൻസി. അവരെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്? 68. അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് അല്ല. നമ്മുടെ ഫയർമാനകത്ത് വലിയ ഇമ്പോർട്ടൻസ് വരുന്ന വകുപ്പല്ല. ഓപ്ഷൻ ഇട്ടപ്പോൾ അവിടെ ഓപ്ഷൻ ഇട്ടതേ ഉള്ളൂ കേട്ടോ, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കി വകുപ്പുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 66 എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത്? 66 എന്ന് പറയുന്നത് ഹാക്കിംഗ്, കമ്പ്യൂട്ടർ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഇവിടെ ഉത്തരം ഏതാണ്? 67B ആണ് ഇവിടുത്തെ ഉത്തരം. കാരണം കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ പകർത്തുകയോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ IT ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം അതെന്താണ്? കുറ്റമാണ്. എത്ര വർഷം വരെ ശിക്ഷ വരാം? മാക്സിമം 7 വർഷം വരെ ശിക്ഷയും 10 ലക്ഷം രൂപ വരെ പിഴയും എടുക്കാവുന്ന കുറ്റമാണ് ആ പറഞ്ഞ കുറ്റം. അടുത്ത ചോദ്യം എന്തോടെ? മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ 2000 വകുപ്പ് താഴെ കൊടുത്തതിൽ ഏതാണ്? ഓക്കെ, അതായത് കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കയറ്റി കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു. ഓക്കെ, കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നശിപ്പിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പ് നോക്കിയാൽ സെക്ഷൻ 66 അല്ലല്ലോ, ഓൾറെഡി നമ്മൾ പഠിച്ചില്ലേ. 66 ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട. സെക്ഷൻ 72 അല്ല, സെക്ഷൻ 77B അല്ല. ഉത്തരം ഏതാ? ഓപ്ഷൻ എ, സെക്ഷൻ 43 കേട്ടോ. എന്താണ്? സെക്ഷൻ 43. സെക്ഷൻ 43 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിലെ ഡോക്യുമെൻറ്റ്സ്, അതിനകത്ത് ഫയൽസ്,
അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപകരണം തന്നെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത് 43. ഓക്കെ, ഓർത്തിരിക്കുക. കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ തന്നെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണെന്ത് 43. ആ വകുപ്പാണെന്ത് ഇവിടെ വരുന്നത്. ഇനി ഇത് കൂടാതെ ഞാൻ നേരത്തെ വകുപ്പ് പറഞ്ഞു 65 പറഞ്ഞില്ലയോ, അത് കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമുകളെ നശിപ്പിച്ച് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം മൊത്തം നശിപ്പിക്കുന്നതാണെന്ത് 65. ഓർത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. 43 65 തമ്മിൽ സാമ്യമുണ്ട്, എന്നാലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. 43 എന്തുവാ, കമ്പ്യൂട്ടറിന്റെ ഡോക്യുമെന്റോ ഫയലിലോ എന്തെങ്കിലും മാറ്റം വരുത്തുക, കമ്പ്യൂട്ടറിനകത്ത് മൊത്തത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, അതാണെന്ത് ഈ പറയുന്ന 43 എന്ന് പറയുന്നത്. എന്നാൽ 65 എന്താണ്, കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അതാണ് ഈ പറയുന്ന 43 പ്രത്യേകിച്ച് ശിക്ഷയൊന്നുമില്ല. അത് എന്ത് മാത്രമേ ഉള്ളൂ, നഷ്ടപരിഹാരം കൊടുത്താൽ മതി. നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രം കൊടുത്താൽ മതി, നഷ്ടപരിഹാരം മാത്രം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് എന്ത് ശിക്ഷകളൊന്നും അവിടെ ഇല്ല. ഓക്കെ, അടുത്ത സെക്ഷൻ 66 അറിയാലോ, ഹാക്കിങ്. സെക്ഷൻ 72 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്, ആ ഡീറ്റെയിൽസ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തേക്കാം. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥാപനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാപനം അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാതെ എന്ത് ചെയ്തു, നമ്മുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് ആയിട്ട് പുറത്തു പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കേണ്ട ആ ഡീറ്റെയിൽസ്, അതായത് അവർ സൂക്ഷിച്ച് വെക്കേണ്ട ഡീറ്റെയിൽസ് എന്ത് ചെയ്തു, നമുക്ക് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രൈവസി അല്ലേ അതിനകത്ത് നഷ്ടമാകുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകുമ്പം അതിനെതിരെയുള്ള വകുപ്പാണെന്ത് 72. കാരണം നമ്മുടെ ക്രൂഷ്യൽ ഡോക്യുമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ സർക്കാർ ഓഫീസുകളിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പ്രൈവറ്റായിട്ട് വെക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ അതിനെതിരെയുള്ള സെക്ഷനാണെന്ത് 72 എന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ് ഉണ്ടാകുന്നത്. അടുത്ത സെക്ഷൻ 77B എന്താണെന്ന് ചോദിച്ചാൽ, അത് പ്രത്യേകിച്ച് സൈബർ കുറ്റത്തെക്കുറിച്ചൊന്നും പറയുന്ന വകുപ്പല്ല. അത് ഇത്രയേ ഉള്ളൂ പറയുന്നത്. എന്താണ്, ബെയിൽ, ഏതൊക്കെ കുറ്റങ്ങൾക്ക്, അതായത് ഏതൊക്കെ സൈബർ കുറ്റങ്ങൾക്ക് നമുക്ക് ബെയിൽ കിട്ടാം, ഏതൊക്കെ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബെയിൽ അല്ലെങ്കിൽ ജാമ്യം കിട്ടാം എന്ന് പറയുന്ന വകുപ്പാണെന്ത് 77B. അതായത് 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ള അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന വകുപ്പുകളുണ്ടല്ലോ ഈ IT ആക്ടിൽ, അത് അത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് നമുക്ക് എന്ത് കിട്ടത്തില്ല, ഈ ബെയിൽ കിട്ടത്തില്ല. 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരുന്ന കുറ്റങ്ങളാണ് IT ആക്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടത്തില്ല, ബെയിൽ കിട്ടത്തില്ല. എന്നാൽ 3 വർഷത്തിന് താഴോട്ടുള്ള കുറ്റങ്ങളാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും, ബെയിൽ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ജാമ്യം കിട്ടും. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പം ഏതൊക്കെ കുറ്റങ്ങൾക്ക് ജാമ്യം കിട്ടാം, ഏതൊക്കെ കുറ്റങ്ങൾക്ക് ജാമ്യം കിട്ടിക്കൂടാ എന്നുള്ള കാര്യങ്ങൾ പറയുന്ന വകുപ്പാണെന്ത് 77B എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്, ഒരു കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ വൈറസ് പ്രവേശിപ്പിക്കുന്നു, കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു അല്ലയോ. അങ്ങനെ നശിപ്പിച്ചാൽ ഏത് വകുപ്പ് പ്രകാരം അത് കുറ്റം, 43 പ്രകാരം അല്ലേ. ഇനി 65 പ്രകാരം, അതായത് 2 ഓപ്ഷൻ വരുന്നു. അതായത് നോക്കെ 43 ഓപ്ഷൻ വരുന്നു, 65 ഓപ്ഷൻ വരുന്നു. 43 ഓപ്ഷൻ വരുന്നു, 65. അപ്പോൾ നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്യും, കമ്പ്യൂട്ടർ. ഇത് രണ്ടും കമ്പ്യൂട്ടറിൻ്റെ എന്താണ്, ഒന്ന് പ്രോഗ്രാമിനെ നശിപ്പിക്കുന്നത്, ഒന്ന് കമ്പ്യൂട്ടർ ഫയൽസിനെ നശിപ്പിക്കുന്നത് അല്ലയോ. ഇത് രണ്ടിലും വൈറസ് ആക്ട് ചെയ്യാറുണ്ട്. അപ്പം ഏത് ഉത്തരം ഓപ്റ്റ് ചെയ്യും, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ വന്നാൽ ഉറപ്പായിട്ടും 43 മാത്രമേ ഓപ്റ്റ് ചെയ്യൂ. അതായിരിക്കും ഏറ്റവും മോസ്റ്റ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് എന്ത് ചെയ്തു, ആക്ട് ചെയ്തു, കമ്പ്യൂട്ടറിൻ്റെ എന്തെങ്കിലും വിവരങ്ങളെല്ലാം നശിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റമാകുന്നത് അല്ലേ, ഏതാ 43 കൊടുക്കാം കേട്ടോ. കാരണം 65 വൈറസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കറക്റ്റ് വരുന്ന ഏതാ 43 കേട്ടോ. 65 പിന്നെ എന്തോ അതിനകത്ത് പ്രോഗ്രാമിൽ മാറ്റം വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 65 43 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, 43 ആയിരിക്കും. ഇനി 65 ഇല്ല എങ്കിൽ എന്തോ ചെയ്യുക, 43 തന്നെ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താന്ന് പറഞ്ഞത്, കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ് കേട്ടോ. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്താണ്, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ശിക്ഷ എന്തുവാണ്, കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് ഏതാ, 66 ആണ് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട വകുപ്പ്. ഇനി അത് ചോദിച്ചേക്കോ അതിൻ്റെ ശിക്ഷ എന്തോ അല്ലയോ, എന്താണ് കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷയെന്ന്. എന്തുവാണ് ശിക്ഷ എന്താണെന്നറിയാമോ, കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷ 3 വർഷം തടവ് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴ, അല്ലെ രണ്ടും. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ജീവപര്യന്തം ഇല്ലയോ. ജീവപര്യന്തം നമുക്ക് കളയാമല്ലോ, കാരണം ഇത് എന്തുമായി ബന്ധപ്പെട്ടതാ, സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ടല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്താ, ജീവപര്യന്തം. ജീവപര്യന്തം എന്താ, സൈബർ ടെററിസത്തിന് മാത്രം കൊടുക്കുന്ന കുറ്റം. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അടുത്ത എന്തുവാ, 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ അല്ലെ രണ്ടും. അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. ഇതിൽ ഏതാണ് ഉത്തരം, ഉത്തരം ഒന്നാണ്. എന്താ, 3 വർഷം തടവും. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. എന്താ, 3 വർഷം തടവും 5 ലക്ഷം രൂപയും അല്ലെങ്കിൽ രണ്ടും കേട്ടോ. 3 വർഷം തടവ് കിട്ടും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണം, ഇല്ല എന്ത് ചെയ്യണം, രണ്ടും കൂടെ കൊടുക്കേണ്ടി വരും. ഇതാണ് എന്ത്, ഹാക്കിംഗ് എന്ന് പറയുന്നതിനുള്ള ശിക്ഷ. എന്തിനുള്ള ശിക്ഷയാണ്, ഹാക്കിംഗ് എന്നുള്ളതിനുള്ള ശിക്ഷ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ എന്താണ് ആവർത്തിക്കുന്ന ചില ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പറഞ്ഞത്. കുറേ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു, ഒരു 10 ക്വസ്റ്റ്യനുകളോളം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു.
അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനും വർക്ക് ചെയ്തുകൊണ്ട് പോവുക. 10 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ചോദിക്കും. ഈ 2 മാർക്കിനാണ് നമ്മുടെ ITIക്കും ചോദ്യം ചോദിക്കുന്നത്. ഈ 10 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും, അതായത് 2 ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് തന്നെ പോവുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നിർത്താം. ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചില വകുപ്പുകളുണ്ട്. സെക്ഷൻ 43, സെക്ഷൻ 65, 66, 66C, 66D, 66F, 67A, 67B. ഈ ഇത്രയും വകുപ്പ് ഒന്ന് പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഒരുപാട് വകുപ്പുകളുണ്ട്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇത്രയും വകുപ്പ് പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുവിധം ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തൊന്ന് പോവുക. നിങ്ങൾ ജസ്റ്റ് ആ ചോദ്യങ്ങളും അതിനകത്തുള്ള ആശയങ്ങളും ഒന്ന് വർക്കൗട്ട് പോയാൽ ഉറപ്പായിട്ടും 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോക്കുക. അപ്പോൾ ഇതേപോലത്തുള്ള നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള നല്ല നല്ല ക്ലാസ്സുകളും ജോലിയാണ് സ്വപ്നമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പല കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് അടക്കമുള്ള കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിഗ്രി ഉള്ളവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1, 2, 3 2 ബാച്ച് നമ്മൾ കഴിഞ്ഞു. 3ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബാച്ചിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യുക, ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഹൈക്കോർട്ട് ആപ്പ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ജോലിയാണ് സ്വപ്നമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളോടൊപ്പം നിൽക്കുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം കാണും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.